ഹലോ ഗൈസ്, ഇന്ന് ഹാപ്പി വിഷു ആണ്. അതുപോലെ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ജാനിക്കുട്ടീനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? നമ്മുടെ പണ്ടത്തെ വീഡിയോ ഇല്ലേ, അതായത് 3-4 വർഷമായി. അന്ന് 6 അങ്ങോട്ട് പഠിക്കും. 7 ആ സമയത്താണ് നമ്മൾ ആദ്യത്തെ ഇൻ്റർവ്യൂ എടുത്തത് തന്നെ. അതിൽ നിന്ന് ഞാൻ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയി. അത് എനിക്ക് കാണുമ്പോഴേ എനിക്ക് ചിരിയാണ്. ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നു. അതിൽ ഒരുപാട് പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 4 വർഷം പുറകെയുള്ള ആദ്യത്തെ വീഡിയോ ആയിരുന്നു. ഞാൻ അതിൽ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. ഇപ്പം +1 കഴിഞ്ഞു. +1 കഴിഞ്ഞൊക്കെയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ചോദിച്ച ആളുടെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് അവരോട്? ഇങ്ങനെ പറഞ്ഞ ശീലമില്ല. ചേച്ചിയല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ ശീലമില്ല, അതിനെപ്പറ്റി വലിയ ബോധമില്ല. മോളെ ഇപ്പോഴും ഒന്ന് ആ പണ്ടത്തെ ലുക്കിൽ നിന്നും വീണ്ടും എങ്ങനെയായെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പ്രേക്ഷകർ ചോദിക്കുന്നത്. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? ഞാനത് തപ്പിപ്പിടിച്ച്, കാരണം മോൾക്ക് ഇപ്പം വയ്യ, ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് ക്യാമറയുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് നേരത്തെ വീഡിയോ ഉണ്ടാവത്തുള്ളത് കൊണ്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ. അപ്പോൾ മോൾക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനായിട്ട് എന്താ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ നാൾ കഴിഞ്ഞു, ഇത്രയും നാൾ, അതായത് ഞാൻ 6.5 വയസ്സ് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ ചെയ്ത സീരിയലാണ് മങ്ങിട്ടുണ്ടാലും. അത് ഈ ഇടയ്ക്ക് പിന്നെ ഒന്നുകൂടെ റീലിൽ വന്നിട്ട് ഒന്നുകൂടെ ഇതാവുകയും ക്ലിക്കായി, പിന്നെ ഇങ്ങനെ റീലൊക്കെ വന്ന് ഒന്നുകൂടെ എല്ലാവരും ഒന്നുകൂടെ ഓർത്തു. അപ്പം ഇപ്പോഴും എന്നെ കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ അങ്ങനെ കമൻ്റൊക്കെ വായിച്ച് എനിക്ക് മനസ്സിലായി. സോ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും താങ്ക് യു. അതാ പറയാനുള്ളത്. അതപ്പം മോളും ഇപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുമല്ല, ഇവിടെയല്ല ഇപ്പം താമസിക്കുന്നത്, വേറെ ജില്ലയിലാണ് അല്ലേ. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. അപ്പോഴേക്കും വയ്യാഞ്ഞിട്ട് പോലും പാവം നമ്മുടെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അത്രയാണ്. അപ്പം ഇത് വിഷു ദിവസമാണ്. അപ്പം ഇന്നത്തെ ദിവസമാണ് ഷൂട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ വരുന്നത് അടുത്ത ദിവസമായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജാനീനെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. ഒരുപാട് തിരക്കും കാര്യങ്ങളുള്ള ആളാണ്. വെറുതെ ഇരിക്കുക. അപ്പം അത്രയല്ല, നിങ്ങൾക്ക് എന്താണ് കൂടുതൽ പറയാനുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ആൾ വെക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകുമ്പോൾ എനിക്കും എപ്പോഴും ചെല്ലാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടാണ് തേടി പിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നത്. അപ്പം കൊച്ചിനോട് പറയാനുള്ളതൊക്കെ കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കുക. ഓക്കെ ഹാപ്പി. എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വിഷു ഒക്കെ നല്ലോണം ആഘോഷിച്ച് പടക്കൊക്കെ പൊട്ടിച്ച് സൂപ്പറായിരിക്കും. ടാറ്റ. ഓക്കെ, ബൈ.